ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നിഴൽ വീടുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു പടത്തിൻ്റെ ടീസറിൻ്റെ റിയാക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാം പോലെ ഏതാ സംഭവം? ഒരു തീ ടീസർ, അതായത് തീപ്പൊരി. ജഗദീഷ് പറഞ്ഞ ജംഗിൾ ഐറ്റം അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ എമ്പുരാൻ്റെ ടീസറിൻ്റെ റിയാക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടീസറിലേക്ക് പോവാം. ഓക്കെ അതെ ഓക്കെ ഓക്കെ. ലൈക്ക പ്രൊഡക്ഷൻസ്. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. വണ്ടി എടുക്കാതെ കിടക്കും. യുദ്ധം നന്മയും തിന്മയും തമ്മിൽ എന്നെ ഷോട്ട് അതല്ലേ അതാണ് എന്നറിയാം. കാരണത്തെ ഷോട്ടാ ഇതില്ലേ നമ്മളോട് ബുക്ക് എടുക്കുന്നത്. മൊത്തം നിരാശരാജ്യങ്ങളായിരുന്നു തോന്നുന്നല്ലേ? ഓക്കെ, എന്നെ ഫ്രെയിമാണ്. ആരാണ് ഈ സ്റ്റീഫൻ? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവ്, ഇസ്ലാമിന് ബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ രാജാവ് കൊള്ളാല്ലേ? അപ്പൊ അമ്പാൻ എങ്ങനെയാ ഈ ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നുന്നു നിങ്ങൾക്ക്? അതായത് എനിക്ക് സംഭവം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ ഈ ഇതിന്റെ പടവിന്റെ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ ലാലേട്ടന്റെയും രാജുവേട്ടന്റെയും ഒക്കെ ഒരുപാട് ഇന്റർവ്യൂസും രാജുവേട്ടൻ കണ്ടായിരുന്നു. അപ്പം രാജുവേട്ടൻ എപ്പോഴും പറയുന്നുണ്ട് ചെറിയൊരു പടം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു അമ്മൻ പടമാണ് കേട്ടോ. അതെ അതെ, അതായത് ചെറിയൊരു വലിയ പടം അല്ല, വലിയൊരു ചെറിയ പടം. രാജേട്ടൻ പറയുന്നത് ഇത് ലൂസിഫർ 3 ഒരു ഹെവി പടമായിരിക്കും എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു ലെവലായിരിക്കും, ഒരു രക്ഷയില്ലാത്ത രീതിയില്ല. കാരണം എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഇതൊരു പുതുമാനാണ്. അമ്മാതിരി കിടക്ക സാധനം ലൂസിഫറിനെ വെച്ച് കമ്പയർ ചെയ്ത് നമ്മള് ഇതിലോട്ട് പോകുമ്പോ ഇതില്ല, ഒരു സാമ്യമില്ല. വേറെ ഒരു കിടുക്കനാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ആണെങ്കിലും അതിന്റെ ബീജം ആണേലും അല്ലേ, ബീജം നമ്മുടെ ദൈവത്തെ ഒരു രക്ഷയില്ല കേട്ടോ. അത് മറ്റേ ഉഷാദീദിയുടെ ആ ശബ്ദങ്ങളെ കേൾക്കുമ്പോണ്ടല്ലോ, ആ ഒരു വൈബ് സോങ് കാണുമായിരിക്കും അതല്ലേ. പിന്നെന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ എന്തോ, നമ്മുടെ ഈ ഒരു ടീച്ചറിനത് ഈ തുടങ്ങും മുതല് കേൾക്കുന്ന ഒരു ബീജിയില്ല, ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തിലെ ലിറിക്സ് എഴുതിയേക്കുന്ന പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ ലിറിക്സാ പൃഥ്വിരാജ് എഴുതിയേക്കുന്ന അത് പാടിയേക്കുന്ന ഇന്ദ്രജിത്തിന്റെ. പക്ഷെ അത് രസമാണ് കേൾക്കാൻ. ആ ടീച്ചറിനകത്ത് തുടങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ ആ ഒരു പിന്നെ ഒരു ഹൈപ്പ് വന്നിട്ട് പോയിട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് വന്നിട്ട് ഒരു പകുതി കഴിയുമ്പോഴത്തേക്ക് ആ ടീച്ചർ വേറെ ചെറപ്പറാന്ന് പറഞ്ഞ അടിച്ചിടും. ആ ഒരു മറ്റേ എനിക്ക് തോന്നുന്നു നമ്മുടെ ലാലേട്ടന്റെ കയ്യിലായിരിക്കും ഒരു കൊച്ചു പിടിക്കുന്ന ഒരു സീൻ. ആ ഒരു സീനിൽ ആ ഒരു പാട്ടുകൂടി ഇങ്ങനെ കയറിയ വേറെ ലെവല് സാധനം. നല്ല ഫ്രെയിംസും കാര്യങ്ങളും അടിപൊളി. ബോളിവുഡ് ടൈപ്പ് ഒരു എനിക്ക് കളർ ടോണും ഒക്കെ എന്താ പിന്നെ പ്രതീക്ഷിക്കാം. മാർച്ച് 27 എന്തായാലും ഇപ്പഴേ ബുക്ക് ചെയ്തേക്കാം. അതെ, അതെപ്പം ബുക്കിംഗ് തുടങ്ങുന്നു ഒന്ന് ബുക്ക് ചെയ്യാം.
ടിക്കറ്റ് കിട്ടുമോ അറിയത്തില്ല. എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുക അല്ലേ? നമ്മളെ കോട്ടയത്ത് എല്ലാം ഉണ്ട്. മിക്ക തിയേറ്ററുകളും അഭിലാഷ എല്ലാം 5 തിയേറ്ററും ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അത് ഓൾറെഡി ഇപ്പം ഏതാണ്ട് എനിക്കൊന്നും ബുക്ക്ഡ് ആയിട്ടില്ല. ബുക്കിലാന്നുള്ളതില്ല. എന്തായാലും നോക്കാം. അതെ, അപ്പൊ ബുക്ക് മൈ ഷോയിലെ ബുക്കിംഗ് ബട്ടൺ പൊട്ടിക്കാൻ ഞങ്ങൾ റെഡി ആയിരിക്കും. റെഡി ആയിട്ടോ. മാർച്ച് 27 എഴുതി വെച്ചോ. ചരിത്രമായിരിക്കും. മിക്കവാറും ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആയിരിക്കും. വേറെ ലെവലായിരിക്കും. ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ആണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ ഓക്കെ, ഓക്കെ, ബൈ.